സതീശൻ സർക്കാരിൽ കോളടിച്ച് എറണാകുളം ജില്ല. പുതിയ UDF മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 4 മന്ത്രിസ്ഥാനങ്ങളാണ് ജില്ലയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനെ കൂടാതെ റോജി എം ജോൺ, അനൂപ് ജേക്കബ്, VA അബ്ദുൽ ഗഫൂർ എന്നിവരാണവർ. പറവൂരിനെ പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശന് പുറമെ അങ്കമാലി MLA റോജി എം ജോൺ, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ അനൂപ് ജേക്കബ്, കളമശ്ശേരി MLAയും മുസ്ലിം ലീഗ് നേതാവുമായ VA അബ്ദുൽ ഗഫൂർ എന്നിവരാണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള മറ്റ് മന്ത്രിമാർ. കഴിഞ്ഞ LDF മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കളമശ്ശേരിയിൽ നിന്നും വിജയിച്ച P രാജീവായിരുന്നു ജില്ലയിൽ നിന്നുള്ള ഏക മന്ത്രി. 2001-ലാണ് VD സതീശൻ പറവൂരിൽ നിന്നും ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് 2006, 2011, 2016, 2021 എന്നീ വർഷങ്ങളിൽ തുടർച്ചയായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒടുവിൽ ഈ വർഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തുടർച്ചയായി പറവൂർ മണ്ഡലം അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തിലാണ് ജയിപ്പിച്ചത്. നിയമബിരുദധാരിയായ VD സതീശൻ മികച്ച ഒരു പ്രാസംഗികനും നിയമസഭയിലെ ശക്തനായ സാന്നിധ്യവുമാണ്. 2016 മുതൽ അങ്കമാലിയിൽ നിന്നുള്ള MLAയാണ് റോജി എം ജോൺ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് റോജി എം ജോൺ പൊതുപ്രവർത്തന രംഗത്ത് വന്നത്. ആദ്യ മത്സരത്തിൽ അങ്കമാലി പിടിച്ച അദ്ദേഹം തുടർന്നു വന്ന തെരഞ്ഞെടുപ്പുകളിലും മണ്ഡലത്തിൽ വിജയം കൊയ്തു. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയ റോജി എം ജോൺ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ NSUAയുടെ ദേശീയ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ നേതാവായ അനൂപ് ജേക്കബ് പിറവം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് മന്ത്രിസഭയിലെത്തുന്നത്. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും മന്ത്രിയായി അനൂപ് ജേക്കബ് പ്രവർത്തിച്ചിട്ടുണ്ട്. പിതാവും മുൻമന്ത്രിയുമായിരുന്ന TM ജേക്കബിന്റെ നിര്യാണത്തെ തുടർന്നാണ് 2012-ൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അനൂപ് ജേക്കബ് മത്സരിക്കുന്നതും ആദ്യമായി നിയമസഭയിൽ എത്തുന്നതും. പിന്നീട് 2016, 2021 വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനൂപ് പിറവത്ത് നിന്നും വിജയിച്ചു. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി കളമശ്ശേരിയിൽ നിന്നും വിജയിച്ച VE അബ്ദുൽ ഗഫൂർ അപ്രതീക്ഷിതമായിട്ടാണ് മന്ത്രിസഭയിൽ എത്തുന്നത്. മുസ്ലിം ലീഗ് നേതാവ് VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനായ അബ്ദുൽ ഗഫൂർ മന്ത്രി കൂടിയായിരുന്ന CPM നേതാവ് P രാജീവിനെ പരാജയപ്പെടുത്തിയാണ് ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ VE അബ്ദുൽ ഗഫൂർ രാജീവിനോട് പരാജയപ്പെട്ടിരുന്നു. ലീഗിന്റെ എറണാകുളം ജില്ലാ ഭാരവാഹിയായും സാംസ്കാരിക രംഗത്തും VE അബ്ദുൽ ഗഫൂർ സജീവമാണ്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.